ടേസ്റ്റ് ഉണ്ടോ? ഹായ്, ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് റെഡിയാക്കുന്നതാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് മക്കൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി തരാമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ വീഡിയോയിൽ കാണും, യൂട്യൂബിലൊക്കെ പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പറയും ഇത് ഉണ്ടാക്കി തരുമോ? പക്ഷേ ഞാൻ ഇതുവരെ അവർക്ക് അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ പോയാണ്. സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഞാനത് റെഡിയാക്കി വെക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ആ ഒരു രീതിയിലാണ് ഞാൻ പാൻ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അത് സ്നാക്സിനൊക്കെ കൊടുക്കാനും സൂപ്പറാണ്. എന്തായാലും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് നോക്കാൻ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, അതിപ്പോൾ റെഡിയാക്കാം. മക്കൾ വരുമ്പോഴത്തേക്കും അത് റെഡിയാക്കി വെച്ചിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷമില്ലേ, അത് കാണാം. ഓക്കെ. അപ്പം ഞാൻ 2 എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ പാൻ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2-3 സ്പൂണ് മൈദാമാവ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് മാവ് ലൂസാണെങ്കിൽ വീണ്ടും മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും കേട്ടോ. ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബേക്കിംഗ് സോഡ അതൊരു നുള്ളിട്ട് കൊടുക്കുക, അതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കരുത്. ആ എഗ്ഗിലും പാലിലും തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ മാവ് കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ട് വീണ്ടും 2 സ്പൂൺ മൈദ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് തിക്കായിട്ട് തന്നെ മാവ് റെഡിയാക്കണം. എന്നിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ. എണ്ണയൊന്നും പാനിൽ തടവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ആ ചോക്ലേറ്റിൻ്റെ പീസ് ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് അടിയിൽ ഇതുപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റും വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ കരിഞ്ഞു പോവും. നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കിയിട്ട് ഇത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതിന് മുകളിലായിട്ട് ഹണി ഉണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് സ്നാക്സിനൊക്കെ സൂപ്പറാണ് കേട്ടോ, സ്കൂൾ കൊണ്ടുപോകുമ്പോൾ ഒക്കെ കൊടുക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ബൂസ്റ്റും കൂടി ആക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണ്. എന്താ ഉമ്മ പാൻ കേക്ക് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്ത? എത്ര ദിവസമായി പറയുന്നു പാൻ കേക്ക് വേണമെന്ന്, എന്നിട്ട് ഉമ്മ ഇന്ന് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത? ടേസ്റ്റ് ഇല്ലേ? സൂപ്പറല്ലേ? അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് എല്ലാം വെച്ചനേ, ഡയറി മിൽക്കെല്ലാം. ഫ്രഷ് ക്രീമല്ല, ഹണിയാന്ന് വെക്കില്ലേ, ഹണി ചോക്ലേറ്റ് സിറപ്പ്. എന്തെന്ന് തോന്നുന്ന ചോക്ലേറ്റ് സിറപ്പുണ്ട്, ചോക്ലേറ്റും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് കണ്ടിട്ടേ കട്ട് ചെയ്ത് നോക്കി. എന്താ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം. പാൻ കേക്ക് എല്ലാവരും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക അല്ലേ? സൂപ്പർ പാൻ കേക്ക് അല്ലേ? മസ്റ്റ് ട്രൈ. ഓക്കെ, ബൈ ബൈ ആക്ക്.